ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചനയും അതേപോലെ തന്നെ മഞ്ജിമയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മഞ്ജിമ പറയാണ്, അതെ, ഇവർക്ക് ഈ സന്തോഷം മാത്രമല്ല, ഞാൻ ആദ്യം വിചാരിച്ചത് മഹേഷ് എണീറ്റ് നിന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് പായസമൊക്കെ ഉണ്ടാക്കിയതെന്ന്. പക്ഷെ അതല്ലെന്നേ, പിന്നെ ഏതല്ലാന്ന്. അതെ, അവർക്ക് വേറൊരു സന്തോഷവും കൂടിയുണ്ട്. അല്ല, രണ്ടമ്മമാരും കൂടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഇരട്ടി മധുരമല്ലേ എന്ന്. അപ്പോൾ അതിലെന്തൊക്കെയോ സന്തോഷമില്ല രചനെ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയാണ് മഞ്ജിമേ, അങ്ങനെ ഒരു സന്തോഷവും ഇല്ല. ഇത് മഹേഷ് എണീറ്റ് നടന്നതിൻ്റെ സന്തോഷം തന്നെയാണ്. അല്ല, ഇവിടെ വേറെന്തോ വിശേഷങ്ങളൊക്കെയുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഇഷിതയുടെ അമ്മയില്ലേ, പ്രിയാമണി അമ്മയാണെങ്കിൽ അന്ന് ആ കല്യാണ സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയ ഡോക്ടറില്ലേ, ഇഷിതയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ആ ഡോക്ടറെ പോയി വീട്ടിലൊക്കെ കയറി തല്ലിയെന്നേ. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. ഇത് കേട്ട രചന ആകെ പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കില്ല, എന്തിനാ അവരെ പോയി തല്ലുന്നത്, അതിൻ്റെ കാര്യമൊന്നുമില്ല, നീ ചുമ്മാ അതൊന്നും പറയാൻ നിൽക്കല്ലേ. അപ്പോൾ രചനയുടെ ആ ഒരു മുഖഭാവ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് എന്തൊരു പന്തികേട് തോന്നുകയാണ്. അപ്പോൾ രചന ഉടനെ തന്നെ വിഷയം മാറ്റുകയാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അല്ല, ഞാൻ വിചാരിച്ചേ, അല്ല, അവൾക്ക് വിശേഷം വല്ലതുണ്ടോന്ന്. ആഹാ, കൊള്ളാം, നല്ല കളിയായിപ്പോയി. അതെ, എപ്പോൾ അവർ ടൂറ് പോയാലും എന്തെങ്കിലും സംഭവിക്കും. ഇപ്പോൾ ആക്സിഡൻ്റായി കിടന്നിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. ആ സമയത്ത് അവൾ പ്രഗ്നൻ്റോ? നിനക്ക് എന്താ വല്ല ഭ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാനൊരു ഊഹം പറഞ്ഞതാ. കാരണം അവർ ഈ മധുരം കൊണ്ടുവന്നില്ലേ, അപ്പോൾ മകള് ഗർഭിണിയാണെന്ന രീതിയിലാണ് അവർ മധുരം കൊണ്ടുവന്നത്. പിന്നെ അവൾ പ്രസവിക്കാനൊന്നും പോകുന്നില്ല. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അവൾക്കൊരു പ്രസവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമല്ലേ പ്രസവിക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കഴിവില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. അപ്പം പിന്നെ അതിൽ കൂടുതൽ എന്ത് പറയാനാണ് എന്ന രീതിയിൽ അവിടെ സംസാരിച്ചപ്പോഴേക്കോ, ഏതായാലും ആ ഇരട്ടി മധുരം അവൾക്ക് വിശേഷമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ലെന്നേ എന്നിങ്ങനെ രചന ഇങ്ങനെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മഹേഷും ചിപ്പിയും അതേപോലെ തന്നെ ആദ്യം കൂടി അച്ഛനിട്ട് ഇങ്ങനെ വട്ടം കറക്കുക. അപ്പോൾ മഹേഷിനിട്ട് ഇങ്ങനെ വട്ടം കറ മക്കളെ നിർത്ത്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഡാഡി, ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഡാഡിയെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇവരിങ്ങനെ കളിക്കുന്നതും പറയുന്നതും ചിരിക്കുന്നതും ഒക്കെ. വന്നേ ഇവിടെ വന്നിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഇഷിത വരുന്നത്. ആഹാ, കൊള്ളാലോ, ഡാഡിയും മക്കൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇതെന്താണ്, വട്ടം ചുറ്റി കളിക്കുകയാണ്? അതെ ഇഷിത, ഇതെൻ്റെ 2ാം ജന്മമല്ലേ. എൻ്റെ 2 മക്കളെയും എനിക്ക് ഒരുമിച്ച് കിട്ടിയ സമയം. അപ്പോൾ നമ്മുടെ ഈ രചനയെക്കുറിച്ച് പറയാം. അപ്പം രചനയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും രചന ഏതായാലും അവിടെ ഉണ്ടാവും മഞ്ജിമയുടെ റൂമിൽ. അതാണല്ലോ പതിവ്. അവരിപ്പോൾ ഭയങ്കര കൂട്ടാണ്. അവരെ തകർക്കാനായിട്ട് ഇനി ആർക്കും പറ്റില്ല. ഞാൻ കണ്ടായിരുന്നു മഞ്ജിമയുടെ റൂമിലേക്ക് കയറി പോകുന്നത്. മോളെ, നീ പോയി മമ്മിയെ വിളിച്ചുകൊണ്ട് വന്നേ എന്നിങ്ങനെ ചിപ്പിയോട് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക്, ഏത് മമ്മി? അവളോട് തിരിക്കട്ടെ, എന്നെ കൊണ്ടൊന്നും വയ്യ ഡാഡി വിളിക്കാനായിട്ട്. മോളെ, അങ്ങനെ പറയരുത്. മോളെ പ്രസവിച്ച മോളുടെ സ്വന്തം മമ്മിയല്ലേ. മമ്മിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയാവോ? മമ്മി എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കേ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടത് എന്ന് ഇഷിത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എൻ്റെ ഇഷിതാമ്മേ, അവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾക്ക് മമ്മിയെ ഇഷ്ടമല്ല, അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആദ്യം പറയാം. ചിപ്പി മോള് പോയി വിളിച്ചിട്ടുണ്ടേ മമ്മിയെ, ഡാഡിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് മമ്മിയോട്. അങ്ങനെ ചിപ്പി മോള് നേരെ മമ്മിയെ വിളിക്കാനായിട്ട് പോവുക. അപ്പോൾ ഇവരിങ്ങനെ രചനയെക്കുറിച്ച് കാര്യങ്ങളല്ലെങ്കിൽ സംസാരിക്കുകയാണ്. അപ്പോഴാണ് രചന വരുന്നത്. ഞാൻ വിചാരിച്ചു അച്ഛനും മക്കളൊക്കെ ഇരുന്ന് സംസാരിക്കുകയും കളിയും ചിരിയും വർത്തമാനവും ഒക്കെ അല്ലേ, അതിനിടയിലേക്ക് ഞാനൊരു ശല്യമായിട്ട് കയറി വരണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാതിരുന്നത് എന്ന് രചന പറയാം. ഇത് കേട്ട മഹേഷ് ആണെങ്കിൽ, അയ്യേ, അതെന്ത് വർത്തമാനമാണ്, രചന ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതിന് അച്ഛനും മക്കളും കളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കണേ. ഒന്നുമില്ല മഹേഷേ, എന്നാലും അതെ, രചനയോട് ഞാനിപ്പോൾ വരാൻ പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്ത് കാര്യം? അതെ, ഇന്നൊരു ദിവസത്തേക്ക് ആദിയെ എൻ്റെ കൂടെ നിർത്താവോ എന്ന് ചോദിക്കാം. ഇത് കേട്ട രചന ആകെ ഞെട്ടിപ്പോവാണ്. പ്ലീസ്, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം മതി. അയ്യോ ക്ഷമിക്കണം,
എനിക്കത് പറ്റില്ല. കാരണം ഇവനാണ് എൻ്റെ ഒരു ആശ്വാസം. ഇവനില്ലാതെ ഒരു രാത്രി പോലും എനിക്ക് തങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പകലൊക്കെ ഞാൻ എപ്പോൾ വേണമെങ്കിലും വിടാം. പക്ഷേ രാത്രി മാത്രം അവനിവിടെ നിർത്താനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറയാം. ഇത് കേട്ട മഹേഷിന് ആകെ സങ്കടം തോന്നുകയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. രണ്ട് മക്കളെയും അപ്പുറത്തും ഇപ്പുറത്തും ചേർത്ത് നിർത്തി ആ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് കുതിച്ചു വരികയും എനിക്കൊരാഗ്രഹം മനസ്സിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയല്ല രചനയോട് പറഞ്ഞത്. ആദിയെ നിർത്താൻ പറ്റില്ലല്ലേ രചന? ഞാൻ അത്രയും മേലെ ആഗ്രഹിച്ചു പോയി. എൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് കിടക്കണമെന്ന് ഞാൻ അത്രയും മേലെ ആഗ്രഹിച്ചു പോയി എന്ന് പറയാം. ഇത് കേട്ട നമ്മുടെ ആദിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുകയാണ്. എന്ത് ചെയ്യാനാണെന്ന് രചന പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദിയാണെങ്കിലും മമ്മി പൊയ്ക്കോ മമ്മി. ഇത് കേട്ട് രചന ഞെട്ടിപ്പോവാ. പക്ഷേ ഇഷിതയ്ക്കും മഹേഷിനും ചിപ്പിയൊക്കെ ഭയങ്കര സന്തോഷം. എന്താ നീ പറഞ്ഞത്? അതേ മമ്മി പൊയ്ക്കോ, ഞാൻ നാളെ വരുന്നുള്ളൂ. ആദി വേണ്ട ആദി, പകൽ നീ ഏത് സമയവും വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിടുന്നുമുണ്ട്, ഞാൻ ചിലപ്പോൾ കൂടെ വരുന്നുമുണ്ട്. പക്ഷേ അതിനപ്പുറം ഒന്നും വേണ്ട. നീ ഏതായാലും വീട്ടിലേക്ക് വരാൻ നോക്ക്. ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയാ. ഇല്ല ഉമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു ദിവസം ഞാൻ ഡാഡിയോടൊപ്പം തന്നെ കിടക്കുന്നത്. ഞാൻ നാളെ വരുന്നുള്ളൂ. ആദി, ഞാൻ പറയുന്നത് നീ കേൾക്കണം. അപ്പോഴേക്കും ചിപ്പിമോൾ ഇങ്ങനെ പറയാണ്, ദേ ആദ്യേട്ടൻ ഇവിടെ നിൽക്കണം ആദ്യേട്ടാ, ഡാഡി അത്രയ്ക്കും ആഗ്രഹിച്ചല്ലേ ആദ്യേട്ട എന്നൊക്കെ പറയുക. അപ്പോൾ രചനയാണെങ്കിൽ ഞാൻ പുറത്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അതിനുള്ളിൽ നീ അവിടെ എത്തിയിരിക്കണം. ഇല്ല മമ്മി എന്നെ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ അവിടെ എത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഡാഡിയോടൊപ്പം തന്നെയാ, ഞാനിന്ന് അങ്ങോട്ട് വരുന്നില്ല. മമ്മി പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് പിന്നെ അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. രചന സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷം. മോനെ എനിക്ക് സന്തോഷമായിടാ, ഈ ഡാഡിയുടെ ആഗ്രഹം നീ സാധിച്ചിരുന്നല്ലോ. ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കണം. ഡാഡിയുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ എനിക്കത് സാധിച്ചു തരാതിരിക്കാനായിട്ട് സാധിക്കോ? അത് ഞാൻ സാധിച്ചു തരണ്ടേ? എന്നാലല്ലേ ഞാൻ ഡാഡിയുടെ മകനാവുള്ളൂ. മമ്മി പേടിച്ചിട്ട് അങ്ങനെ പറയുന്നത്. കാരണേ മമ്മിയെ അങ്കിള് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തും, വഴക്ക് പറയും, തല്ലും. അപ്പം അതുകൊണ്ട് പേടിച്ചിട്ടാ മമ്മി അങ്ങനെ പറഞ്ഞത്. ഞാൻ നാളെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും മമ്മിക്ക് ആശ്വാസം ആയിക്കോളും, അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ചിപ്പിയും വന്ന് കെട്ടിപ്പിടിക്കുക ഡാഡിയെ. ഏതായാലും ആദ്യേട്ടൻ ഇവിടെ നിന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇന്ന് നമുക്ക് ഡാഡിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കാമല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ ഇഷിതയ്ക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയി നമ്മുടെ ആദിയുടെയും അതേപോലെ തന്നെ ചിപ്പിയുടെയും കിടത്തം. അപ്പം ഇത് വന്ന് കണ്ട ഇഷിതയാണെങ്കിൽ ആഹാ കൊള്ളാലോ, ഇപ്പം ഡാഡിയുടെ ആഗ്രഹം സാധിച്ചല്ലോ. ഇത് ഡാഡിയുടെ ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഡാഡിയെ കള്ളം പറഞ്ഞതാണ് എന്ന് പറയാം. എന്ത് ഇഷിതാമ്മയാ പറയുന്നത്? കള്ളം പറഞ്ഞാണെന്നോ? അതേ ഡാഡിയെ ശരിക്കും കള്ളം പറഞ്ഞതാ. ഡാഡിയുടെ മനസ്സിൽ വേറെ ഉദ്ദേശമുണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ഡാഡി കള്ളൊന്നും പറഞ്ഞിട്ടില്ല, ഡാഡി സത്യം തന്നെ പറഞ്ഞത്. ഇല്ല മോളെ, കാരണം ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എൻ്റെ മക്കളെ രണ്ടുപേരെയും അപ്പുറത്തും ഇപ്പുറത്തും കിടത്തി എനിക്ക് ഉറങ്ങണമെന്ന്. അത് ഡാഡി പറഞ്ഞത് പച്ചക്കള്ളമാണ്. അത് പച്ചക്കള്ളം തന്നെയാണ് അല്ലേ മഹേഷേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ കള്ളമെന്നല്ല പറഞ്ഞത്, എൻ്റെ മനസ്സിൽ ഒരു ഉദ്ദേശവുമില്ല. എൻ്റെ മക്കളെ രണ്ടുപേരെയും അപ്പുറത്തും ഇപ്പുറത്തും കിടത്തി ഉറക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അതേപോലെ തന്നെ എൻ്റെ ആഗ്രഹം സഫലമായേ എന്ന് പറഞ്ഞപ്പോഴേക്കും മോനെ മഹേഷേ, ചുമ്മാ കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. അമ്മ ഇങ്ങനെ വഴക്കടിക്കാതെ ഇവിടെ വന്ന് കിടക്ക്. ഞാനിവിടെ കിടക്കുന്നില്ല. കണ്ടോ മോളുടെ അമ്മയ്ക്കേ കുശുമ്പ്. അയ്യടാ, എനിക്കൊരു കുശുമ്പുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് കുശുമ്പ് കാണിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ മഹേഷിൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മഹേഷ് മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ്. അപ്പോൾ രചനയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ആദിയുടെ കാര്യം വലിച്ചിട്ട് തന്നെയാണ് രചനയുടെ ടെൻഷൻ. അപ്പോഴാണ് ആകാശ് കള്ളും കുടിച്ച് കയറി വരുന്നത്. അപ്പോൾ ആകാശ് ആടി ഒലഞ്ഞിങ്ങനെ വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇത് എന്താ ആകാശേ, ഇന്ന് ഭയങ്കരമായിട്ടും കുടിച്ചിട്ടുണ്ടല്ലോ. ആകാശ് ഫ്രഷ് ആയിട്ടൊന്ന് വന്നേ, ഞാൻ ഭക്ഷണം വിളമ്പി തരാം, എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം എന്നിങ്ങനെ പെട്ടെന്ന് തന്നെ രചന പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആകാശ്, അതെന്താണാവോ നീ പെട്ടെന്ന് ഉറങ്ങണമെന്ന് പറയുന്നത്? അല്ല, നിനക്കുറങ്ങാനാണോ അല്ലെങ്കിൽ എന്നെ ഉറക്കി കിടത്താനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ ആകാശ് എന്തിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എടീ നിന്റെ മകനെ കൊണ്ട്
മഹേഷിൻ്റെ വീട്ടിൽ കൊണ്ട് ഇന്ന് രാത്രി വിട്ടിട്ട് എന്നോട് കിടന്ന് നുണ പറയാൻ ശ്രമിക്കുന്നു, എന്നെ കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്നു. നീ പറഞ്ഞ ആ കാര്യങ്ങൾ മൊത്തം എന്നോട് സുമി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആ കാര്യം അറിഞ്ഞു എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആകാശ്. ആകാശേ, എന്താ ആകാശേ? വാ ആകാശേ. ആ വരാം. അതെ, നീയേ ആദ്യം ഒന്ന് വിളിച്ചേ, എനിക്ക് അവനോടൊരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട രചന ആകെ ഞെട്ടിപ്പോവാണ്. ആദ്യം എന്തിനിപ്പോൾ വിളിക്കുന്നത്? നീ പേടിക്കണ്ടെന്നേ. ആദ്യയെ ഞാൻ തല്ലാനോ വഴക്കു പറയാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. വേണ്ട, ആദ്യ റൂമിലാ, ആദ്യം ഇരുന്ന് പഠിക്കുവാണെന്ന് പറയണം. ഓ, ആദ്യം ഇരുന്ന് പഠിക്കുവാണോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെന്നേ, എന്നിട്ട് ഒക്കെ പോയി അവൻ പഠിച്ചോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി, ഇങ്ങോട്ട് വിളിക്കാൻ മടിയാണെങ്കിലേ ഞാൻ അങ്ങോട്ട് പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യയുടെ പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോഴേക്കും ആകാശിനോട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ട, പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിക്കുകയാണ് ആകാശിനെ. എന്താടി, ഞാനെന്താ അവൻ്റെ റൂമിലേക്ക് പോയാൽ എന്താ, അവൻ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ രചന ആകെ ഞെട്ടിപ്പോവാ. എനിക്ക് മനസ്സിലായടി, നീ എന്താ എന്ന് കള്ളം മറച്ചു വെക്കുകയാണോ? അതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനേ എല്ലാം അറിയുന്നുണ്ട്. നീ നിന്റെ മകനെ കൊണ്ടേ മഹേഷിൻ്റെ വീട്ടിൽ കൊണ്ടേ ആക്കിയല്ലേ, എന്നിട്ട് എന്നോട് ഒന്ന് കള്ളം പറയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട രചനയാണെങ്കിൽ പിന്നീട് മറച്ചു വെക്കാനും തയ്യാറായില്ല. അതെ, എൻ്റെ മകനെ കൊണ്ടേ അവൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് കൊണ്ടേ വിട്ടു. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇത് കേട്ട ഉടനെ തന്നെ ആകാശാണെങ്കിൽ കൈ പൊക്കി കാരണത്തിട്ടൊന്ന് കൊടുക്കുകയാണ് രചനയാണെങ്കിൽ കവളും പൊത്തി നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അഹങ്കാരം കാണിക്കുന്നു. അതൊക്കെ അങ്ങ് പുറത്തു മതി. ഇനി അവനിവിടെ വരുന്നെന്ന് എനിക്കൊന്ന് കാണുമല്ലോ. നിന്റെ മകനെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശേ, എൻ്റെ അടുത്താണോ നിങ്ങളുടെ ഭീഷണി? എങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത്രയറിഞ്ഞ സ്ഥിതിക്ക് മഹേഷ് എണീറ്റ് നടന്ന വിവരം അറിയാലോ. മഹേഷ് തന്നെ ദേ ആദിയെ ഇവിടെ കൊണ്ടെന്നാക്കും. നിങ്ങൾ കണ്ടോ എന്ന് പറയാണ്. ഓഹോ, എൻ്റെ വീട്ടിലേക്ക് മഹേഷ് വരുമോ? വരും, മഹേഷ് വരും. എങ്കിലേ അവനെ അടിച്ച് നിരപ്പാക്കും ഞാൻ. പിന്നെ നിങ്ങളുടെ അടി കൊള്ളാൻ നിൽക്കുകയല്ലേ മഹേഷിൻ്റെ അടി നിങ്ങളായിരിക്കും എരന്ന് മേടിക്കാനായിട്ട് പോകുന്നതെന്ന് രചന പറയാം. രചനയുടെ ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് കാലി വരികയാണ്. എന്താടി, എൻ്റെ വീട്ടിൽ നിന്നിട്ട് നീ എന്നോട് അഹങ്കാരം കാണിക്കുകയാണോ എന്നൊക്കെ ചോദിക്കണം. നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ രചനയെ പിടിച്ച് അങ്ങോട്ട് തല്ലുകയാണ്. ഇത് കണ്ട രചനയാണെങ്കിൽ ഈ ആകാശം തള്ളിയിടുകയാണ്. എടി, നീ തോറ്റു പോകടി, നിന്നെ ഞാൻ തോൽപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനല്ല തോൽക്കാൻ പോകുന്നത്, നിങ്ങളും ഈഷിതയുമാണ് തോൽക്കാൻ പോകുന്നത്. ഇത് കേട്ടാ ആകാശം ഞെട്ടിപ്പോവുകയാണ്. എന്താ നീ ഇപ്പം പറഞ്ഞത്? അപ്പോൾ രചനയ്ക്ക് അബദ്ധം പറ്റിയെന്നൊരവസ്ഥയിലായിപ്പോയി. എന്താടി, നീ എന്താ പറഞ്ഞത്? ഞാനും ഈഷിതയുമാണ് തോക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നീ മഹേഷിനെ സ്വന്തമാക്കുമെന്നല്ലേ? ദേ ആകാശെ, കുടിച്ച് ലെക്ക് കെട്ട് നീ അതും പറയാൻ നിൽക്കരുത് കേട്ടോ, എനിക്ക് കിടന്ന് ഉറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് മേളിലേക്ക് കയറി പോവുകയാണ് രചന. അപ്പോൾ ആകാശിക്ക് ചിന്തിക്കുകയാണ്, അല്ല, അവൾ അത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ചാണല്ലേ നിന്നേക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ടേ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. മഹേഷ് എന്തൊക്കെയോ കണക്ക് എഴുതുക. അപ്പോൾ ഇതെന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, എല്ലാം സക്സസ്. എല്ലാം സക്സസ്സോ? സക്സസ്. നമ്മളെ ഒരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുക. അതിന് റിസോർട്ടും ബുക്ക് ചെയ്തു. അത് ശരി, റിസോർട്ടും ബുക്ക് ചെയ്തോ? റിസോർട്ടും ബുക്ക് ചെയ്തു. നമുക്കൊരു ടൂർ പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് വേണ്ട മഹേഷേ, എനിക്ക് ടൂറിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എടോ, ദേ ഒന്ന് പിഴച്ചാൽ മൂന്നെന്നല്ലേ? ദേ 1ഉം 2ഉം പിഴച്ചു, ഇനി 3ലും സക്സസ് ആവുന്നേ. മറ്റുള്ളവർ കരുതിയിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്നല്ലേ? എല്ലാവരും കരുതട്ടെന്നേ നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയെന്ന്. അത് പിന്നെ നമ്മൾ തനിയല്ല, നമ്മുടെ മക്കളും ഉണ്ട് കൂടെ. അപ്പോൾ ആദിയെയും കൊണ്ടുപോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ടൂറിന്? അതെ, ആദിയെയും നമ്മുടെ ഒപ്പം ടൂറിന് കൊണ്ടുപോകുന്നു. അപ്പം അതായിരുന്നു മഹേഷിൻ്റെ പ്ലാൻ അല്ലേ? അതെ ഇഷിത, അത് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ എന്നിങ്ങനെ മഹേഷ് പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.